ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ജോയി. സ്കൂളിൽ വിളിക്കുന്ന തോമസ് എന്നാണ്. ഞങ്ങൾ 6 പേരാണ്. ഒരാൾ പോയി. ഇനി ഞങ്ങൾ 5 പേരുണ്ട്. എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അവരുടെ കുടുംബവും അവർ ദുഃഖത്തിലായിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ദുഃഖത്തിലാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതോടൊപ്പം ഞങ്ങളും വളരെയേറെ ദുഃഖത്തിലായിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നാം ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഓടിയെത്തുന്നൊരു സ്വഭാവം നമുക്കുണ്ട്. ഒരു നോക്ക് കാണുവാൻ, ഒരു പ്രാവശ്യം കാണുവാൻ വേണ്ടി മാത്രം. അതിൽ കൂടുതൽ കാണുവാനോ മറ്റും സാധിക്കയില്ല എന്ന് നമുക്കറിയാം. ഒറ്റ നോട്ടത്തിന് വേണ്ടി. എങ്കിൽ നമുക്ക് സ്ഥിരമായി കാണുവാൻ ഒരു സ്ഥലം ദൈവം നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് നിത്യത. നിത്യതയിൽ ചെന്ന് നമുക്കുള്ളവരെ കാണുവാൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യാശയാണ് എനിക്കുള്ളത്, നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അതാണ് ഒരു ദൈവവിശ്വാസിയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഈ മരണത്തിന് ശേഷം നമുക്കുള്ളവരെ പോയി കാണാം. അതാണൊരു വലിയ പ്രത്യാശ. അതാണ് നമ്മുടെ ആഗ്രഹം. ദൈവം ആഗ്രഹിക്കുന്നു അതാണ്. രാജുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അവനെക്കുറിച്ച് ഒരു മനുഷ്യൻ പോലും എൻ്റെ അടുത്തൊന്നൊരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ മൂത്ത സഹോദരനതെന്ന് പറഞ്ഞല്ലോ. ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. കുറ്റം ഉണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കുറ്റമുണ്ടായിരിക്കാം, എങ്കിലും ഒരു കുറ്റം പോലും, ഒരു പ്രാവശ്യം പോലും എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏത് മനുഷ്യന് എപ്പോൾ നന്മ ചെയ്യാം എന്നൊരാഗ്രഹമായിരുന്നു അവനുണ്ടായിരുന്നത്. അതിൻ പ്രകാരമാണ് അവൻ ജീവിക്കുകയും ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വല്യപ്പൻ ഇവിടെയാണ് ജനിച്ചു വളർന്നത്. ഗ്രാൻഡ് ഫാദർ പുല്ലാട് സ്വദേശമാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം പുല്ലാടായിരുന്നു വേണമെങ്കിൽ പറയാം. അവിടെ നിന്നാണ് പല സ്ഥലങ്ങളിലേക്ക് പോയത്. എന്നാൽ അനിയൻ രാജുവിന് ഇവിടെ തന്നെ വന്ന് താമസിക്കുവാൻ ഉള്ള സൗകര്യം ലഭിച്ചു. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാനും ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നൊരു വീട് വയ്ക്കുവാനും താമസിക്കുവാനൊക്കെ ആഗ്രഹിച്ചു. പക്ഷേ സാധിച്ചില്ല. സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരുന്നുകൊണ്ട് ഞങ്ങൾ എറണാകുളത്തൊരു വീട് മേടിച്ച് താമസിക്കുന്നു. ഈ ദുഃഖം വലിയൊരു ദുഃഖമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനായി സഭാവ്യത്യാസമന്യേ ജാതിമത വ്യത്യാസമില്ലാതെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളോട് സഹകരിക്കുകയും വന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്ത എല്ലാവരോടും ഒരു പ്രാവശ്യം കൂടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അത്രമാത്രമേ എനിക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഓരോരുത്തരോടും നന്ദി പറയുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു പ്രാർത്ഥനാവശ്യമുള്ളത്, രാജുവിൻ്റെ മകള് ആശുപത്രിയിലായിരുന്നു. ഇപ്പോൾ അവൾ സൗഖ്യമുള്ളവളായി വീട്ടിൽ വന്നിട്ടുണ്ട്. കൊച്ചുമകൾ, അത് മകളുടെ മകള്, അവൾ ഇപ്പോഴും ആശുപത്രിയിലായിരിക്കുന്നു. ചില ദിവസങ്ങൾ പിടിക്കും അവളുടെ രോഗസൗഖ്യത്തിനായിട്ട്. അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് ചില ദിവസങ്ങൾക്ക് ഉള്ളിൽ അവൾ സൗഖ്യം പ്രാപിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. അത് ആഗ്രഹിക്കുന്നു.
നിങ്ങളുടെ സഹകരണത്തിനും സ്നേഹത്തിനും വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാനിരിക്കുന്നു.